നാടകം എന്നാൽ സലീഷ് മാഷിന് പ്രാണനാണ്. നാടക അവതരണം ജീവിതത്തിന്റെ സബരിയെയും. കാൽ നൂറ്റാണ്ടിനിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിച്ച് കലോത്സവ വേദികളിൽ മാഷ് എത്തിച്ചു. അന്നും ഇന്നും കുട്ടികൾക്ക് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ, സലീഷ് മാഷ് സൂപ്പറ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയണം. നമ്മുടെ ഈ സാക്ഷാൽ ശ്രീനിത കൃഷ്ണനെ നാടകം പഠിപ്പിച്ചതും യൂത്ത് ബസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടി നാടകം ഹൃദയസ്ഥമാക്കാൻ പ്രേരിപ്പിച്ചതും ഒക്കെ ഈ സലീഷ് മാഷ. താങ്ക്സ് മാഷേ. എത്ര പെട്ടെന്നാ വർഷങ്ങൾ കടന്നു പോണെന്നുള്ള ക്ലീഷേ ഡയലോഗാ ഓർമ്മ വരണേ. നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം കലോത്സവങ്ങൾ കാത്തിരുന്ന നാളുകൾ. ഇതുപോലെ ഇപ്പോഴും ചിന്തിക്കണ എന്തോരം കുട്ടികളുണ്ടാവൂല്ലേ? നാടകാവതരണത്തോട് അത്രയും അഭിനിവേശമുള്ള എന്തോരം മാഷുമാരുണ്ടാവൂല്ലേ? വർഷം 2012. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ. അന്ന് ശ്രീനിത കൃഷ്ണൻ 9ാം ക്ലാസ്സുകാരി. നാടകം പെൺകുട്ടിക്കാലം. സംവിധായകൻ സലീഷ് മാഷ്. എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് എന്ന് കേട്ടിട്ടില്ലേ? ദേ അതാ ഈ കാണണേ. മാഷ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, കുട്ടികളെ നാടകം പഠിപ്പിക്കാൻ. അല്ലല്ല, കുട്ടികൾക്ക് അഭിനയം ജീവിച്ച് കാണിക്കാൻ. 25 വർഷമായി മാഷ് ഇങ്ങനെ നാടകത്തിന് വേണ്ടി ജീവിക്കണം. കുട്ടികൾക്കും നാടകത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യന് 25 വർഷമൊന്നും വലിയൊരു കണക്കല്ലല്ലോ. ഞങ്ങളെ 7 തുടങ്ങി മാഷാണ് നാടകം പഠിപ്പിക്കണത്. അപ്പോൾ അത്രയും കാലത്തെ പരിചയവും എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് മാഷിന്റെ അടുത്തുണ്ട്. അപ്പോൾ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മാഷിന്റെ അടുത്ത് നിന്ന് അഭിനയിക്കാൻ പറ്റും. സാറിന് പറയുമ്പോൾ നമുക്കൊരു ടീച്ചറായിട്ടല്ല നമ്മൾ സാറാണ്. നമ്മൊരു അടുത്തൊരാളെ കണ്ട ഒരു ഇത് അങ്ങനെയാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന ആളെക്കാട്ടും ഒരു നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഒരു നല്ലൊരു കമ്പാനിയനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതെ, സലീഷ് മാഷ് അങ്ങനെയാണ്. കുട്ടികളുടെ കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും തലമുറകളെ ഇങ്ങനെ നാടകം പഠിപ്പിക്കുകയാണ്. നമ്മുടെ നേരെ പിടിച്ച കണ്ണാടി പോലെ ആ നാടകങ്ങൾ കുട്ടികൾ ഇപ്പോഴും വേദിയിൽ തകർത്താടാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല. നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള വിഷമസന്ധികളും അതിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പുതിയ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ഈ കുട്ടികളോടൊപ്പം ഇരിക്കുന്ന ആ മൊമെൻറ്റ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ നാടകം ഓരോ സമയമാകുമ്പോഴും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നമ്മളുടെ നാടകങ്ങൾ മാത്രമല്ല, എനിക്ക് എല്ലാ നാടകം കളിക്കുന്ന കുട്ടികളോടും എൻ്റെ ആണെന്ന് തോന്നുന്ന തരത്തിലേക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാറുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ നാടകക്കാർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊരു രസമുള്ള പരിപാടിയാണ്. കാരണം മനുഷ്യനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിന് ഒരു ത്രില്ലുണ്ട് അതിൽ. എന്തായാലും നമ്മുടെ മാഷിന് വലിയൊരു സല്യൂട്ട്. സലീഷ് മാഷ് എവിടെയുണ്ടോ അവിടെ വിജയം ഉറപ്പാണെന്ന് കുട്ടികൾ കരുതുന്നു. നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഈ മാഷൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെളിച്ചമായി മാറുന്നത്. നാടകാന്തം നമ്മുടെ സലീഷ് മാഷ്.